ഹലോ. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തീൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ മന്തി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നിറയെ ഗരം മസാല പൊടിച്ചതും അതുപോലെ 3 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ്. അതിൽ ഒരു പാക്കറ്റിൽ 2 എണ്ണം കേട്ടോ ഉണ്ടാവുക. അതുപോലത്തെ 3 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം മാഗി ക്യൂബ്സിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളതുകൊണ്ട് വേറെ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ചിക്കന് ഇതുപോലെ ഓരോ പീസിലും ഞാനിങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. സ്കിന്നുള്ള ചിക്കനാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നുകൂടിയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എനിക്കിപ്പോൾ സ്കിന്നില്ലാതെ കേട്ടോ ചിക്കൻ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 ചിക്കന് ഒരു ചിക്കൻ ഇതുപോലെ 4 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 8 പീസായിട്ട് 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ എല്ലാ ചിക്കൻ പീസുകളും നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കൻ പീസുകളും നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിലുള്ള റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതല്ലാണ്ട് തന്നെ നമുക്ക് മന്തി റൈസ് എന്ന് പറഞ്ഞിട്ടും സെല്ല ഗോൾഡൻ ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതെടുത്താലും മതി. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിൽ 6 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കിലോ റൈസ് കേട്ടോ. അപ്പോൾ അത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ ഉള്ളിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ 7 സവാള നല്ല തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്ക് വേറൊരു പാനിൽ നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസുകൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കതൊരു 1/2 മണിക്കൂറൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇത് മുരിഞ്ഞ് പോകാണ്ടിരിക്കാനാണ് കേട്ടോ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ സവാള ഇട്ട് കൊടുത്തത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 5-8 പീസ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് പട്ട എടുത്തിട്ടുണ്ട്. ഒരു 16 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്കുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 6 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഗ്ലാസ്സിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 6 ഗ്ലാസ് അരിക്ക് 9 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അതിൽ 7 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ഗ്ലാസ് ഇതുപോലെ തക്കാളി ഒന്ന് ജ്യൂസാക്കിയിട്ട് അടിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 5 വലിയ തക്കാളിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ 9 ഗ്ലാസ് വെള്ളത്തിൽ 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ഗ്ലാസ് തക്കാളി ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ അത് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലത്തെ ഡ്രൈ ലെമൺ ആണ് കേട്ടോ. ഡ്രൈ ലെമൺ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു റൈസിനുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് ഒരു സൈഡ് ഇതുപോലെ കുക്കായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ടോട്ടൽ അരമണിക്കൂറാണ് കേട്ടോ നമ്മൾ ഓരോ ബാച്ച് ചിക്കനും കുക്ക് ചെയ്തിട്ടെടുക്കേണ്ടത്. ആ ഒരു ടൈമിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് ഊറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് കളഞ്ഞിട്ട് വേണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്കിത് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ഈ ഒരു ഓയിലുണ്ടല്ലോ, ഓയിലും ചിക്കൻ്റെ സ്റ്റോക്കും കൂടിയിട്ടാണ് കേട്ടോ. അത് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതും കൂടി മിക്സ് ആയിട്ടുള്ളതാണത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു 3/4 കപ്പോളം മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് റൈസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു ബൗളിൽ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ റൈസ് ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 8-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ടും വേണം കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. മാക്സിമം 10-12 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൈസ് കുക്കായി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇത് നന്നായി അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കിയ ശേഷം നമുക്ക് ഇത് വീണ്ടും ഒന്നൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഇത് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ റൈസ് ഇവിടെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ റെഡ് ഫുഡ് കളറും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചിക്കൻ പീസുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 പച്ചമുളക് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലായിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ സ്റ്റോക്കും ഓയിലും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ മുകളിലും റൈസിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഒരു റൈസിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നത്. ഇനി ഇതുപോലെ സെൻറ്ററിലായിട്ട് ഞാൻ ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേഗം ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്യാൻ വെക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള ടൊമാറ്റോ ചട്നി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കുക. അതിനായിട്ട് 4 തക്കാളി, 1 ക്യാപ്സിക്കം, 1 സവാള, അതുപോലെ കുറച്ച് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു റെഡ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു സൈഡ് ഡിഷായിട്ടുള്ള ആ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ മയോണൈസും കൂടി ഞാൻ വെക്കുന്നുണ്ട്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ള കാരണം ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂറിന് ശേഷം നമ്മളെ മന്തി ഇവിടെ കറക്റ്റായിട്ട് നല്ല സ്മോക്കി ഫ്ലേവറിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ചിക്കൻ പീസുകളൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ചിക്കൻ പീസുകളൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇത് റൈസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. റൈസിലാണ് എല്ലാ ഫ്ലേവറും ഉള്ളത് കേട്ടോ. അത് കാരണം നമുക്ക് റൈസൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കണം. റൈസ് മിക്സ് ആക്കുമ്പോൾ ഒന്നും പൊട്ടിപ്പോവാണ്ട് പതുക്കെ മിക്സ് ആക്കിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉള്ള ചട്നിയും അതുപോലെ മയോണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇതുപോലെ മന്തി റെഡിയാക്കിയിട്ടെടുക്കാം. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓരോ ബാച്ചും ഇതുപോലെ ഒന്ന് അരമണിക്കൂർ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്ത കാരണം കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഈ ഒരു ചിക്കൻ പീസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മന്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്